ഇമേജ് ലിങ്ക് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോ ആണിത്. അപ്പോൾ ക്രോമിൽ പോവുക. ക്രോമിൽ പോയി കഴിഞ്ഞിട്ട് ഫ്രീ ഇമേജ് ഹോസ്റ്റിംഗ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഫ്രീ ഇമേജ് ഹോസ്റ്റിംഗ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫ്രീ ഇമേജ് ഹോസ്റ്റിങ്ങിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് അപ്ലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, സ്റ്റാർട്ട് അപ്ലോഡ് ചെയ്ത് നമ്മൾ മൊബൈലിലുള്ള ഫോട്ടോസും ക്യാമറ ബ്രൗസറൊക്കെ ഓപ്പണായി വരും. അപ്പം നമ്മൾ ഇപ്പോൾ ക്യാമറയാണ് ഓപ്പൺ ആക്കുന്നത്. ക്യാമറ ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ എടുക്കുകയാണ്. പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ എടുത്തതിന് ശേഷം താഴെ ഒരു ശരി ബട്ടൺ ഉണ്ടാവും. ശരി ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അപ്പോൾ താഴെ വരുന്ന ഒരു HTTP ഫ്രീ ഇമേജ് .host എന്ന ഒരു ലിങ്ക് കാണും. അത് കോപ്പി ചെയ്തിട്ട് ക്രോമിലെ മുകളിലത്തെ പ്ലസ് ബട്ടൺ അമർത്തി ഈ URL നമ്മൾ കോപ്പി ചെയ്ത URL പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് സെർച്ച് ബട്ടൺ അമർത്തുക. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ഇമേജ് കാണാൻ കഴിയും. നമ്മൾ പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്ത ഇമേജ് കാണാൻ കഴിയും. അത് താഴെ ഭാഗത്തേക്ക് വരിക. താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് വരിക. അതിൽ ഇമേജ് URL എന്ന ഒരു ലിങ്ക് കാണും. ഇമേജ് URL എന്താണ്? JPG എന്നുള്ള അതാണ് നോക്കേണ്ടത്. JPG വരുന്ന ആ URL ഇമേജ് URL എന്ന അത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ലിങ്കാണിത്. JPG എന്നുള്ള ലിങ്ക് അതാണ് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ വാട്സപ്പിലേക്ക് വേണമെങ്കിൽ പേസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമാണ്. നമുക്ക് എപ്പോഴും ആ ഇമേജ് എപ്പോഴും ആഡ് ചെയ്യാൻ്റെ ആവശ്യമില്ല. അപ്പോൾ കോപ്പി ചെയ്ത് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ മൊബൈൽ ആപ്പ് ഓപ്പൺ ആക്കുക. മൊബൈൽ ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഉൽപ്പന്നം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ പേര് കൊടുക്കുക, പ്രൊഡക്റ്റിൻ്റെ എന്തൊക്കെ വിവരങ്ങൾ കൊടുക്കുക, പിന്നെ വിഭാഗം കൊടുക്കുക, അളവ് കൊടുക്കുക. പിന്നാണ് ചിത്രത്തിലാണ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കോപ്പി ചെയ്ത ലിങ്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരി ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ ഇമേജിൻ്റെ ഫോട്ടോ അത് പ്രിവ്യൂ ആയിട്ട് വരുന്നത് കാണില്ല. എന്നിട്ട് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വില വെക്കുക, എത്ര സ്റ്റോക്ക് ഉണ്ട് അത് നോക്കുക. വാട്സപ്പ് നമ്പർ ഇവിടെയും അടിക്കുക, രണ്ടാമത്തെ വാട്സപ്പ് നമ്പർ, പിന്നെ ഉൽപ്പന്നം ചേർക്കുക. അതാണ് നമ്മൾ പ്രൊഡക്റ്റ് ചേർക്കുന്ന രൂപം.